മോണമുണ്ടായിരുന്നേ? വേടമ്മേ, നിങ്ങളുടെ മോളുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രേയയുടെ ജീവിതം മാത്രമല്ല, എന്റെ മോന്റെ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് പ്രതികാരം എല്ലാം മാറ്റിവെച്ച് നല്ലൊരു ജീവിതം ജീവിക്കാൻ മോളെന്ന് ഉപദേശിക്കുക. ഇയാളെന്താമ്മേ ഇവരത്തെ ഒരുമാതിരി വർത്താനം പറഞ്ഞത്? അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മേ, വലിയ ഡയലോഗ് അടിച്ച് എന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലേ? ചെന്ന് ചോദിക്കാമേ അയാളോട്. കാണിച്ചെന്നും പറഞ്ഞത് ശരിയാണോ ചോദിക്കേ? വെള്ളം മാത്രം കൊടുത്ത പോരാ ഇയാൾക്ക്. രാജു ഉപദേശിച്ച ക്ഷീണം ഉണ്ടാവും. നല്ല കടുപ്പത്തിലൊരു ചായം കൂടി കൊടുക്ക്. നല്ലത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ ചില ജന്മങ്ങൾക്കില്ലല്ലോ. നിക്ക്. നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? നിന്നെ പറ്റി തന്നെ. എന്താ മനസ്സിലായില്ലേ? അതെ, ഞാനിതിന് മറുപടി പറയാൻ നിന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഓടാ മാഷേ, എന്റെ ഭാര്യ അമ്മയോട് ഇല്ലാത്ത പറഞ്ഞു കൊടുത്തെന്തിനാ? ഇല്ലാത്തതല്ലോ, ഉള്ളത് തന്നെയല്ലേ. അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അവരുടെ മോളുടെ ഇവിടുത്തെ ചെയ്തികൾ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണല്ലോ. എന്നല്ലേ പറഞ്ഞു തിരുത്താൻ പറ്റൂ. ഓഹോ, എന്റെ മോനും അവന്റെ ഭാര്യയെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണോ രാജിയോട് മുഖത്തടിച്ച പോലെ സംസാരിച്ചത്? ഈ സ്നേഹം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഇതെല്ലാം വിശ്വസിക്കാൻ മാത്രം വിട്ടികളല്ല ഞങ്ങള്. പിന്നെ ഭയങ്കര ബുദ്ധിയല്ലേ? ബാലമ്മ വേണ്ട. എടി, നീ വെറുതെ മാമാ കൂമാന്ന് പറഞ്ഞ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ. അച്ഛാ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ശ്രേയയുടെ അമ്മ നമ്മുടെ ബന്ധുവല്ലേ? അവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നേ? മര്യാദയും ബഹുമാനവും കൊടുക്കുന്നത് അച്ഛന്റെ പെങ്ങൾക്കും അവരുടെ മകൾക്കും മാത്രമാണോ? വേറെ ആരോടും സ്നേഹവും ബഹുമാനവും ഇല്ലേ അച്ഛാ? അച്ചൂട്ടി വേണ്ട, നമ്മൾ ഇതിൽ ഇടപെടണ്ട. അളിയ, വായടച്ചിരുന്നോണം, ഇല്ലെന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ ഭാര്യ പ്രതികാരം ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആരോടാ മേഡം പ്രതികാരം ചെയ്തേ? അത് ഇതുവരെ മനസ്സിലായില്ലേ നിനക്ക്? നിന്നോട് തന്നെ. അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലടാ നിനക്ക്. നിനക്ക് എന്താ പറയാ? എന്റെ പൊന്നു ഇവനോട് ഒരു പ്രതികാരം ചെയ്തിട്ടില്ല. ഇവനെ ശ്രേയമോളെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തതേ ഈ നിൽക്കുന്ന തുണിക്കച്ചവടക്കാരിയാ പ്രതികാരം ചെയ്തോണ്ടിരിക്കുന്നത്. അത് മറച്ചു വെച്ച് വലിയ വായിൽ വർത്തമാനം പറയല്ലേ. എന്നെ മേഡത്തെ വീണ്ടും രണ്ടു വഴിക്കാക്കണം. അതയാളുടെ മനസ്സിലിപ്പ്. അത് നടക്കില്ല മാഷേ. ഇനി ഈ വീട്ടിൽ ആരെങ്കിലും എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, കത്തിക്കും ഞാൻ. അരവിന്ദേട്ടാ, കാട് കയറി ചിന്തിക്കണ്ട. ബാലമാമൻ നിങ്ങളെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള മാർഗം പറഞ്ഞതാ, അല്ലാതെ കുറ്റം പറഞ്ഞതല്ല. നീ ഉപദേശിക്കാൻ വരണ്ട. നീ ആരാണെന്നും നിന്റെ ഈ മേവൻ ആരാണെന്നും ഒക്കെ ഞങ്ങക്ക് നന്നായിട്ട് അറിയാം. അമ്മായി, ബാലമാമൻ ശ്രേയോട് സംസാരിച്ചത് ഗൗരവത്തിലാണെങ്കിലും പറഞ്ഞ കാര്യം നല്ലതിനു വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞ സത്യമായ കാര്യമാണ്. അതിങ്ങനെയല്ലാതെ വേറെ എങ്ങനെയാ പറയാ? ബാലമാമൻ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ആന്റിയും അത് മനസ്സിലാക്കി ശ്രേയോട് സംസാരിക്കുമായിരുന്നു.
ദേഷ്യപ്പെട്ട് പറഞ്ഞതുകൊണ്ട് അവരും ഇനി അതുപോലെ തന്നെ ശ്രേയോട് പറയും. അവൾക്ക് നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം കൂടുകയും ചെയ്യും. ആ, വെറുപ്പും വൈരാഗ്യം കൂടട്ടെ, എനിക്കെന്താ. അതിനൊന്നും ഭയപ്പെടുന്ന ആളല്ല ഞാൻ. എന്റെ മോന്റെ ജീവന് അവള് കാരണം ആപത്തുണ്ടായത്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മിണ്ടായിരിക്കണം. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മാറുണ്ട്. മാഡം, ദിലീപെ, ഭയങ്കര തലവേദന. ആകാശിനോടെ ഒരു സ്ട്രോങ് കോഫി വാങ്ങി വരാൻ പറ. ആകാശ് സാറിനോടോ? അല്ലാതെ പിന്നെ ആരോടാ? വേറെ ആരെവിടെ ഉള്ളത്? എന്താ തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം, ഞാൻ പറയാം. എന്നാ ചെല്ല്. ഓക്കെ മാഡം. സാർ കോഫി? എനിക്ക് വേണ്ട, താൻ കുടിച്ചോ. അതല്ല സാർ, കോഫി വാങ്ങാനായിട്ട്. താൻ പോയി വാങ്ങിച്ചോ, എന്നോട് ചോദിക്കുന്ന എന്തിനാ? അല്ല, ശ്രേയ മാഡത്തിന് തലവേദന, കോഫി വാങ്ങാൻ പറഞ്ഞു. എടോ, തന്നോട് പറഞ്ഞില്ലേ പോയി വാങ്ങിച്ചോളാൻ? അതിന് എന്റെ പെർമിഷൻ വേണോ? സാർ, എന്നോടല്ല, സാറിനോടാ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞേ. എന്നോടോ? അതെ സാർ. ഞാനെന്താ പിയൂണോ കോഫി വാങ്ങിച്ചോണ്ട് വരാൻ? സാർ, പിയൂണും മറ്റാരും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും സാറിനോട് വാങ്ങാൻ പറഞ്ഞേ. അപ്പൊ താനില്ലേ? അതിന് ഞാനും പിയൂണല്ലല്ലോ സാർ. മാഡം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു. പറ്റിയില്ലെങ്കിൽ മാഡത്തോട് നേരിട്ട് പറഞ്ഞു. ഇതായിരിക്കുന്നു. അപ്പേട്ടാ, ഒരു സ്ട്രോങ് കോഫി പാഴ്സൽ. എന്താ സാറേ പാഴ്സല്? സാറ് കുടിക്കുന്നില്ലേ? ഞാൻ കുടിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചൂടായ സാറേ, കോഫി ഇപ്പൊ തരാം. ഓ,